ആദം പാപം ചെയ്തപ്പോൾ ഫെലോഷിപ്പ് മാത്രമല്ല നഷ്ടപ്പെട്ടത്, റിലേഷൻഷിപ്പും നഷ്ടപ്പെട്ടു. എവരി ഫെലോഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ്. ബന്ധമില്ലാതെ കൂട്ടായ്മയില്ല. ഏറ്റവും വലുത് ബന്ധമാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കൈവീശി കാണിക്കുന്നതല്ല. ഓ, എനിക്ക് പുള്ളിയോടൊന്നുമില്ല, ഞാൻ പുള്ളിയെ കണ്ടപ്പം കൈവീശിയായിരുന്നു, ഞാൻ കോൺഫറൻസിൽ വെച്ച് പുള്ളിയെ കണ്ടപ്പോൾ ഞാൻ കൈപൊക്കിയായിരുന്നു. അത് ഇതിലേ പോകുന്ന വെള്ളക്കാരനും കൈപൊക്കാറുണ്ട്. എൻ്റെ അച്ഛ, ഈ കൈപൊക്കല്ല ബന്ധം, ഈ കൈ കൊടുപ്പല്ല ബന്ധം. അതിലൊക്കെ കുറെ വലുതായി ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തിലെല്ലാം ഒരു സഭയ്ക്കകത്തും ആ സഭ സഭയായി നിൽക്കുന്നത് അവിടെ തമ്മിൽ ഒരു ബന്ധമാ. ആ ബന്ധമാ ഒരു വിശ്വാസി ഒരു ഞായറാഴ്ച എഴുന്നേറ്റ് കണ്ണുനീരോടൊരു സാക്ഷ്യം പറയുമ്പോൾ ആ സഭയ്ക്കകത്തെല്ലാം ആ വ്യക്തിയോട് കൂടെ ഒരേങ്ങലടി വരുന്നത് ഒരു ബന്ധമുള്ളത് കൊണ്ടാ. കുടുംബങ്ങൾ നിൽക്കുന്നത് ബന്ധത്തിലാ. പക്ഷെ കുടുംബങ്ങളിലൊക്കെ ബന്ധങ്ങൾ കുറയുക. ഈ അടുത്ത സമയത്ത് ഒരു ആന്റി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഇവിടുത്തെ ആരും എങ്ങോട്ട് പോകുന്നത് എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഗരേജ് പൊങ്ങിയും താഴിയും ചെയ്യുന്ന കാണാം, കാറ് വരുന്നതും പോകുന്നതും കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആരൊക്കെയോ വരുന്നുണ്ട്, കാരണം ഫുഡ് വെക്കുന്നത് തീരുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെയും മുഖം കാണാറില്ല പാസ്റ്ററെ. വന്നവനവൻ്റെ റൂമിൽ കയറുക, കഥ കടയ്ക്കുക. ഈ ഡൈനിങ് ടേബിളിൽ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നിട്ട് നാളുകളായി. ബന്ധങ്ങളില്ല. ബന്ധങ്ങളില്ലാത്തതിനെ ഭവനമെന്നല്ല പറയുന്നത്, അത് വെറും സെമിട്രിയ, കല്ലറയ്ക്ക് തുല്യമാ. അത് സഭയിലായാലും ബന്ധങ്ങളില്ല. എല്ലാവരും വരുന്നു, ഇരിക്കുന്നു, പാടുന്നു, സ്തോത്രം ചെയ്യുന്നു, പോകുന്നു, പക്ഷെ ബന്ധങ്ങൾ കുറയുക. ദൈവം ഈ തലമുറയിൽ ആഗ്രഹിക്കുന്നത് ദൈവവുമായി ഒരു നല്ല ബന്ധത്തിൽ ഒന്നിച്ചു നടക്കാൻ ഒരു തലമുറയെ നോക്കുകയാ. ആ ബന്ധത്തിൽ നിൽക്കുന്നവന് അവന്റെ പേരിനോട് ചേർന്ന് വലിയ ഡിഗ്രികളില്ലെങ്കിലും അവന്റെ കയ്യിൽ ഒരു വടി ദൈവം കൊടുത്താൽ മതി. അവൻ ആ വടി നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായി പിളരുകയാ. ബന്ധമുള്ളവൻ വടി ഉയർത്തി പിടിച്ചാൽ അമാലേക്കിന് തോൽക്കുകയാ. ബന്ധമുള്ളവൻ ആ വടി പാറമേൽ അടിക്കുമ്പോൾ ജല തടാകം ഒഴുകുകയാ. നിനക്കൊരു ബന്ധമുണ്ടോ? നീ കൈ ഉയർത്തിയാൽ മതി. ചില